ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: പാപികൾ പാപവിമുക്തരാകാനും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാനും വേണ്ടി അങ്ങ് അധർമ്മികളെ പടിപടിയായി തിരുത്തുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒത്തിരി പാപങ്ങൾക്ക് വിട്ടുമാറാൻ പറ്റാത്ത തരത്തിലുള്ള പാപങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ചിലർ അഡിക്റ്റാണ്. ചിലരൊക്കെ പറയാനുണ്ട്, ചില പാപങ്ങളിൽ നിന്നൊക്കെ എനിക്ക് എത്ര ഞാൻ പ്രാർത്ഥിച്ചിട്ടും അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു മോചനം എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു സംഗതിയുണ്ട്. സത്യത്തിൽ നമ്മളൊക്കെ അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് തരും. അതുപോലെ തന്നെ ചില രോഗങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള ഒരു മരുന്ന് തരും. ചില രോഗങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള മരുന്നും തരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് അത് കൂടുതൽ ഹീലാവാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില പാപങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു മോചനം കിട്ടണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒത്തിരി നാൾ പ്രാർത്ഥിക്കേണ്ടി വരും. അത് പടിപടിയായിട്ടായിരിക്കും കർത്താവ് ചിലപ്പോൾ അതിൽ നിന്ന് നമുക്ക് മോചനം തരുന്നത്. ഇതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആഴമായിട്ട് ദൈവസ്നേഹം മനസ്സിലാക്കാനും ആഴമായിട്ട് ദൈവകരുണ നമ്മളിൽ ചൊരിയപ്പെടാനും വേണ്ടിയിട്ടാണ് ചില പാപങ്ങൾക്ക് പടിപടിയായിട്ടുള്ള മോചനം നമുക്ക് കർത്താവ് തരുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.